വർഷവും ടോപ്പർമാരെ സൃഷ്ടിക്കുന്ന ബ്രില്യൻറ്റിന്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് IIT എയിംസ് 2-year +2 പ്രോഗ്രാം. +1 +2 പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിനും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് IIT എയിംസ് ഉൾപ്പെടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ബ്രില്യൻറ്റിന്റെ നിരവധി വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ യാഥാർത്ഥ്യമാക്കുന്നത്. കേരളത്തിൽ ആദ്യമായി നീറ്റ് പരീക്ഷയിൽ ഈ വർഷം 720-ൽ 720 മാർക്കും, ഓൾ ഇന്ത്യ 1-ാം റാങ്കും, കേരള മെഡിക്കൽ 1-ാം റാങ്കും, പിന്നെ 1 കോടി രൂപ സ്കോളർഷിപ്പും കരസ്ഥമാക്കിയ ശ്രീനന്ദ് ശർമിൽ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. +1 +2വിനൊപ്പമുള്ള തന്റെ എൻട്രൻസ് പഠനത്തെ പറ്റി ശ്രീനന്ദ് ബ്രില്യൻ ഡയറക്ടർക്ക് നൽകിയ അഭിമുഖം നമുക്കൊന്ന് കാണാം. ഞാൻ 10th വരെ ഇവിടെ കണ്ണൂരിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ +1 +2 വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് പോയി. അവിടുത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചത്. ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു മോന്റെ പെർഫോമൻസ്? ക്ലാസ്സിലെല്ലാം നല്ല പെർഫോമൻസ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. എത്ര മാർക്ക് കിട്ടിയായിരുന്നു +2 പരീക്ഷയ്ക്ക്? എനിക്ക് സയൻസിലാകെ 1 മാർക്കാണ്. ഒരു മാർക്ക് പോയിട്ടുള്ളൂ. ബ്രില്യന്റിന്റെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ദിവസത്തിൽ 3-4 മണിക്കൂർ ബ്രില്യന്റിന്റെ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സമയം സ്കൂളിന്റെ ക്ലാസ്സസും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മോന് മാങ്ങാനത്തോളം പഠിക്കാൻ എത്തത്? അപ്പൊ സ്വാഭാവിക ആദ്യം അവിടെ പഠിക്കാൻ എത്തിയപ്പോൾ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? അവിടെ എങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ? അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ക്ലാസ്സസും എല്ലാം വളരെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. അവിടുത്തെ കോർഡിനേറ്റർ, ടീച്ചർ, ക്ലാസ് ടീച്ചർ, ടീച്ചർ എല്ലാം വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിന്റെ ക്ലാസ്സും ബ്രില്യന്റിന്റെ ക്ലാസ്സും അവിടുത്തെ ഈ ക്ലാസ്സിന്റെ ഒരു മാനേജ്മെന്റ് തന്നെ വളരെയധികം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടാൽ അത്രയ്ക്കും പാടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒരേ സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടുപോയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പഠിച്ചുകൊണ്ട് സിലബസ് ആയിരുന്നു. ബ്രില്യന്റിന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാം സാർമാരെല്ലാം ബേസ് മുതൽ തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അറിയാത്തത് പോലും ആണെങ്കിൽ പോലും കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ കൗണ്ടറുള്ള സമയത്തൊക്കെ സാർമാരോടൊന്നും പോയി ചോദിക്കുന്നത്. സൺഡേസ് ഒക്കെ സെൻട്രൽ കോർഡിനേറ്റർ വിളിച്ച് സാർമാരെ വിളിച്ചിട്ട് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി അവിടെ കേൾക്കുമായിരുന്നു. അങ്ങോട്ടേക്ക് പോയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഡൗട്ട് ചോദിക്കും. അതെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.